മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനെ കാണാൻ വന്ന അനന്തുവിനെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ്റെ പ്രതികരണം കണ്ടപ്പോൾ ഒരു കാര്യം അനന്തുവിന് ഉറപ്പാകുന്നുണ്ട്. കണ്ണൻ മറച്ചു വെച്ച സത്യം എങ്ങനെയോ അറിഞ്ഞു. അത് ഏത് രൂപത്തിനാ, ആര് വഴിയാ എന്നുള്ള കാര്യമൊന്നും തൽക്കാലം അറിയുന്നില്ല. എങ്കിലും ആ ഞെട്ടിക്കുന്ന സത്യം തങ്ങളുടെ വായാലെ അല്ലാതെ അറിഞ്ഞതുകൊണ്ട് തന്നെ കണ്ണൻ്റെ ദേഷ്യവും കണ്ണൻ്റെ ചോദ്യത്തിനു മുമ്പിലും അവർക്കൊന്നും ഉത്തരം പറയാനില്ല. മാത്രമല്ല, ആ ഞെട്ടിക്കുന്ന തീരുമാനവും കണ്ണൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും മഹി തന്നെ വിളിക്കരുതെന്ന് പറയണം. അയാളെ കാണാൻ പോലും ആഗ്രഹമില്ലെന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മഹി അതെങ്ങനെ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ എങ്ങനെ താങ്ങും എന്നുള്ളൊരു പേടിയും അനന്തുവിനെ അലട്ടുന്നുണ്ട്. എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലൊന്നും അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല. ശരിക്കും പറഞ്ഞാൽ കണ്ണൻ അങ്ങനെ തിരികെ അനന്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷയോടാണ് അവിടെ മഹി അനന്തു വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കണ്ണേട്ടൻ എന്തു പറഞ്ഞു, എന്തുകൊണ്ടാണ് കണ്ണേട്ടൻ ഫോൺ എടുക്കാത്തെ, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന മഹിയെ കാത്ത് അനന്തുവിൻ്റെ ആ ഒരു മറുപടി എത്തുമ്പോഴത്തേക്കും അത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം സങ്കടമാണ് എന്ന് തന്നെ പറയാം. അനന്തുവിൻ്റെ മുഖം കാണുമ്പോഴേ ലേഖയ്ക്കും മഹാലക്ഷ്മിക്കും ഒട്ടും തൃപ്തിയല്ലെന്ന് മനസ്സിലാകുന്നു. എന്താ കാര്യമെന്ന് മാത്രമാണ് അവരുടെ ഡൗട്ട്. അപ്പം അനന്തു പറയുന്നുണ്ട്, മഹി കണ്ണനെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, എല്ലാ സത്യങ്ങളും എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. ഇനി പ്രതാപൻ്റെ വായാലാണോ അതോ ഇനി മറ്റാരെങ്കിലും ചെന്ന് തുറന്നു പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരുപാട് ദേഷ്യത്തിലാണ് കണ്ണൻ. മാത്രമല്ല, താൻ ഇനി മേലെ കണ്ണനെ കാണാൻ ശ്രമിക്കുകയോ വിളിക്കുകയോ ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തു അനന്തുവേട്ടായി പറയുന്നത്? കണ്ണേട്ടനെ കാണാതെ, കണ്ണേട്ടനോട് സംസാരിക്കാതെ എനിക്കൊരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കണ്ണേട്ടൻ എന്നെ മനസ്സിലാക്കാത്തത്? കണ്ണൻ എങ്ങനെ മനസ്സിലാക്കാനാ? സത്യമെല്ലാം മുമ്പേ നമ്മൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കണ്ണൻ അത് ഉൾക്കൊണ്ടേനെ. ഇത് കുറേ വർഷങ്ങളായിട്ട് അറിഞ്ഞു വെച്ച സത്യം മനഃപൂർവ്വം കണ്ണനിൽ നിന്നും മറച്ചു വെച്ചെന്ന് മാത്രമല്ല, ഉറ്റ സുഹൃത്തുക്കൾ പോലും കണ്ണനെ ചതിച്ചു എന്നാണിപ്പോൾ അവൻ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാനും ലേഖയൊക്കെ ഇതറിഞ്ഞുകൊണ്ട് അവനോട് മറച്ചു വെച്ച ദേഷ്യം എന്നോടിപ്പോൾ കാണിച്ചത്. എങ്കിൽ ഞാൻ ഇപ്പം തന്നെ കണ്ണേട്ടനെ കാണാനായിട്ട് കമലേശ്വരത്തേക്ക് ചെല്ലാം. കണ്ണേട്ടൻ്റെ കാലി വീണിട്ടാണെങ്കിലും മാപ്പ് പറഞ്ഞ് സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് മഹിയാണെങ്കിൽ വിഷമത്തോടെ വീട് വിട്ട് ഇറങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് ലേഖ പറയുന്നു, വേണ്ട മഹി, ഇപ്പം നീ അങ്ങോട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒന്നാമത് സ്വന്തം അച്ഛൻ്റെ കൊലപാതകി നിൻ്റെ രണ്ടാനച്ഛനാണെന്ന് സത്യം അറിഞ്ഞെന്ന് മാത്രമല്ല, ആ സത്യം 5 വയസ്സിലെ മഹിക്ക് അറിയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദേഷ്യം കൂടത്തേ ഉള്ളൂ. ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങട്ടെ, അതിനുശേഷം ഞാനോ അല്ലെങ്കിൽ അനന്തുവേട്ടനോ മാർക്കോയോ ആരെങ്കിലും വഴി കണ്ണേട്ടനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മഹിയാണെങ്കിൽ വാ വിട്ട് നിലവിളിക്കുവാണ്. അപ്പോൾ ഇതൊന്നും അറിയുന്നില്ല നമ്മുടെ മാർക്കോയും ലോപ്പസും. അവരാണെങ്കിൽ യാത്ര കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴത്തേക്കും അറിയുന്നത് കണ്ണൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പം മാർക്കോ ആദ്യം കരുതുന്നത് നമ്മുടെ പ്രതാപൻ പറഞ്ഞായിരിക്കും കണ്ണേട്ടൻ ഇതൊക്കെ അറിഞ്ഞേന്നുള്ള കാര്യം വെച്ചിട്ട് പ്രതാപനെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് പ്രതാപനെ വിരട്ടിയൊക്കെ ചെയ്യുന്നു. മഹിയുടെ ജീവിതം കളയാൻ വേണ്ടി മനഃപൂർവ്വം വട്ട് കളിക്കുകയാണോ? എന്തുകൊണ്ട് ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു? അത് തൻ്റെ മോളെയും ബാധിക്കില്ലേ? മഹിയുടെ ജീവിതം ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച ജീവനോടെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതാപനെ തല്ലുന്ന സമയത്ത് മുത്തശ്ശി വന്ന് മാർക്കോയെ തടയുന്നു. പ്രതാപൻ സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മോനെ, നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചേക്കുക. അപ്പോഴാണ് മോഹിനി അമ്മയെ ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. അതായത് കണ്ണൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. തൻ്റെ ഭർത്താവ് തന്നെയാണ് കണ്ണൻ്റെ അച്ഛനെ ഇല്ലാണ്ടാക്കിയതെന്നുള്ള സത്യം. അങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ് മോഹിനി അമ്മയും. കരുണമോളുടെ ജീവിതം, അതുപോലെ മഹാലക്ഷ്മി മോളുടെ ജീവിതം ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് മഹി ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. അധികം സങ്കടമൊന്നും സഹിക്കാൻ പറ്റുന്ന സമയമല്ല. ഈ സാഹചര്യത്തിൽ തന്നെ കണ്ണൻ ഇങ്ങനെയൊക്കെ അറിഞ്ഞല്ലോ. കണ്ണൻ മഹിയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് തൻ്റെ മകൾ ഒരിക്കലും താങ്ങില്ല. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും അവൾ ജീവന തുല്യം സ്നേഹിക്കുന്നത് അമ്മയും അതുപോലെ കണ്ണേട്ടനെയാണെന്നുള്ള കാര്യം മോഹിനിയമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം മോഹിനിയമ്മ പറയുന്നു, സത്യമാണോ മോനെ നീ പറയുന്നത്? മോളുടെ രണ്ടാനച്ഛനാ കണ്ണമ്മോൻ്റെ അച്ഛനെ കൊന്നെന്നുള്ള കാര്യം അറിഞ്ഞു എന്നാണ് കേട്ടത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? മഹാലക്ഷ്മി മോള് എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാകുമോ? അറിഞ്ഞു. മാത്രമല്ല കണ്ണസാർ ഇപ്പം അതിൻ്റെ പേരിൽ മഹാലക്ഷ്മിയോട് പിണങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്.
ഞാനിപ്പോൾ തന്നെ കണ്ണമോനെ നേരിക്കണ്ട് എന്തുകൊണ്ടാണ് മഹാലക്ഷ്മി മോള് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്നുള്ള കാര്യം പറയാം. അപ്പം മാർക്കോ പറയുന്നുണ്ട്, തൽക്കാലം കണ്ണ സാറിനെ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം സാവധാനത്തിൽ സാറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതുവരെ സാറിനെ ആരും കാണാൻ പോണ്ട എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ സിദ്ധിയായിട്ടുള്ള ആ അമ്മയുണ്ടല്ലോ, ആ അമ്മ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണ സാറിൻ്റെ മനസ്സ് മാറിയാലോ എന്ന് പറയുന്നത് കേട്ടിട്ട് മോഹിനിയമ്മ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്.